യോഗ ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. അന്താരാഷ്ട്ര യോഗ ഡേ. എന്തുകൊണ്ടാണ് ജൂൺ 21 യോഗ ഡേ ആചരിക്കുന്നത്? യോഗ എന്നത് ഒരു സംസ്കൃത വാക്കാണ്. അതിന്റെ മലയാളം അർത്ഥം സംഗമം. ഇവിടെ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ലങ്സ് കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ യോഗ ചെയ്തിട്ടുണ്ടോ? അപ്പൊ 5 മണിയും കൂടെ പഠിക്കാം. ഇന്ന് യോഗ ഡേ ഉണ്ട്. ശരി, നമുക്ക് ആദ്യം നേക്കറോട്ടെ ശ്വാസം വിട്ടുകൊണ്ട് താടി നീക്കി. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല വലതുവശത്തേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് തല നേരെ, ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതുവശത്തേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശ്വാസം എടുത്തുകൊണ്ട് തല ബാക്കിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ സൈഡിലേക്ക് തലയിങ്ങനെ തിരിക്കാം, പതിയെ തിരിക്കാം. ശരീരം തിരിയേണ്ട, തല മാത്രം. അങ്ങനെ അത് അവിടെ നിന്നുകൊണ്ട് തല മാത്രം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. ഇനി ഇടത്തെ സൈഡിലേക്ക് പതിയെ തിരിയാം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. വീണ്ടും വലത്തെ സൈഡിലേക്ക് നേരെ വരാം. അകത്തേക്ക്, പുറത്തേക്ക്. നിൽക്കുക, അല്ലാതെ ചിരിക്കണ്ട. ഇനി കൈ ചെയ്യുമ്പോൾ ചിരിച്ചോണ്ട് നിൽക്കണം. അപ്പോൾ നിങ്ങളെല്ലാം സുന്ദരികളും സുന്ദരന്മാരും ആകും. യോഗ ചെയ്യുന്നില്ല, യോഗ മുദ്രയിലാണ് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടന്നത്. ഓർമ്മയുണ്ടോ?
ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാം. ഇങ്ങനെയാണ് നമ്മൾ കിടന്നത് അല്ലേ? ഇങ്ങനെ. ഇതൊരു യോഗമുദ്രയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ജനിച്ചു കഴിഞ്ഞാൽ മുട്ടുകാലയിൽ നിൽക്കുന്നു, അതൊരു യോഗയാണ്. പിന്നെ നമ്മൾ വലത്തെ കൈ ബാക്കിലോട്ട്, ഇടത്തെ കൈ ഷോൾഡറിൽ. നേരെ വരാം. ഇനി ഇടത്തെ കൈനെ ബാക്കിലോട്ട്, വലത്തെ കൈനെ ഷോൾഡറിൽ കൊണ്ടുവരാം. നോട്ടം. ഇടത്തെ കാലിലേക്ക് നോക്കാം. ഇത്രയും പൊക്കിയാണ് പിടിക്കുന്നത്. താഴെ മുട്ട, താഴെ മുട്ടി നട്ടല് നിവർന്നിരിക്കുന്നു, തല നേരെ വയ്ക്കുന്നു. പ്രാണായാമം കാലിന്റെ ഇങ്ങനെ വയ്ക്കുന്നത് അർദ്ധപദ്മാസനം. ഈ കാലിനെ ഇതിന്റെ ഇടയിൽ കൂടെ പിടിച്ചിടത്തേക്ക് വെക്കുന്നത് പൂർണ്ണപദ്മാസനം. ഇത് അർദ്ധപദ്മാസനം. സുഖാസനത്തിൽ ഇരിക്കാം. അപ്പോൾ സാധാരണ ശ്വാസം എടുത്തു വിടാം. സാധാരണ ശ്വാസം എടുത്തു വിടാം. എടുത്തോ? വിടൂ. ശക്തിയായി പുറത്തേക്ക് വിടാം. വയറ് തുടങ്ങിയോ? അത്രയും വലിച്ചപ്പോ എടുക്കട്ടോ. നിന്റെ വയറുണ്ടാ പോയി. നിങ്ങൾ ശ്വാസം എടുക്കൂ. വീണ്ടും ഒരു ശ്വാസം എടുക്കൂ. വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഇനി റൊട്ടേറ്റ് ചെയ്യൂ. ചിരിച്ചോണ്ടാണോ ചെയ്യുന്നേ? ചിരിച്ചോണ്ടാണോ ചെയ്യുന്നേ? ചിരിച്ചോണ്ട് ചെയ്യും. പുഞ്ചിരി അല്ലാത്ത ശരിയല്ല, പുഞ്ചിരി. തിരിച്ച് ഓപ്പോസിറ്റ്. ൊന്നും കുട്ടരുത്. എന്നിട്ട് പതിയെ സിങ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കുറെ കുട്ടരുത്. സൂക്ഷിച്ച് തട്ടിക്കൊടുക്കാം. സാവധാനം ജലാശയം റിലാക്സ് വയ്ക്കുന്നു. ചേർത്തല്ല
റിലാക്സ്. പിടിക്കാം, വലിക്കാം. റിലാക്സ്. കൈകൾ രണ്ടു വശങ്ങളിലൂടെ താഴേക്ക്. നല്ല വീരലിൽ മുട്ട് വളയ്ക്കാതെ നല്ല വീരലിൽ മുട്ടിക്കാം. സാവധാനം ഉയർന്നു വരാം. വീണ്ടും കൈകൾ ഉയർത്താം. സാവധാനം കൊണ്ടുവന്ന് ആ വിരലിൽ മുട്ടിക്കാം. മുട്ട് വളയ്ക്കാതെ സാവധാനം ഉയർന്നു വരാം. ചക്രാസൻ. കൈയിലെ രണ്ടിലെ ബാക്കിൽ ഇങ്ങനെ അവിടെ നിന്നോണം. വെള്ളം ഉണ്ടാക്കി ഞാൻ അവിടെ നമുക്ക് ശരിയായി നോട്ടം ഒരു പോയിന്റിലേക്ക്. ഇങ്ങനെ എന്നും നിന്നാൽ നിങ്ങൾക്ക് നല്ല. ഇത് നമ്മൾ വജ്രാസനത്തിൽ എഴുന്നേക്കുവാണ്. വലത്തെ കാലിനെ പിടിച്ച് വജ്രാസനം പഠിച്ചില്ല. സിമ്പിളല്ലയോ? എടുത്ത് വെക്കുന്നു. വലത്തെ കൈനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എവിടെ ഈ മുട്ട് കഴിഞ്ഞ് കുത്തിയിട്ടോളൂ. എന്നിട്ട് ഇടത്തെ കൈയെടുത്ത് ബാക്കിൽ വെക്കുന്നു. നോട്ടം എതിലേക്കൂടാണ് മടക്കി വെക്കുന്നു. വലത്തെ കൈ ബാക്കിലേക്ക്, ഇടത്തെ കൈ കൊണ്ടുവന്ന് ബാക്കിലേക്ക് നോട്ടം. വലത്ത് വശത്ത് കൊണ്ട് ബാക്കിലേക്ക്. നിങ്ങളെ കൈ മുട്ട് രണ്ടും കുത്തി പതിയെ താഴേക്ക് വരാം. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. കൈ രണ്ടും മുമ്പിലേക്ക് നീട്ടാം. റിലാക്സ്. കൈ രണ്ടും ബാക്കിലേക്ക് എടുത്ത് വയ്ക്കാം. ബാക്കിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുക. ആദ്യം മുദ്ര തുടയുടെ ഇടയിൽ കയറ്റി വയ്ക്കാം. കാലുകൾ രണ്ടും ഉയർത്താം. കാല് കറയിൽ ഉപ്പൂറ്റി രണ്ടും രണ്ടും അകത്തേക്ക്. വലത് വശത്തു കൂടി മലർന്ന് കിടക്കാം. വലത്തെ സൈഡിലൂടെ മലർന്ന് കിടക്കാം. നീട്ടി മലർത്തി തറയിൽ വെക്കൂ. കണ്ണുകൾ അടച്ചാണോ വെച്ചേക്കുന്നേ? ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കിടക്കൂ. നിങ്ങളുടെ വലത്തെ കാൽപാദത്തെ ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കൂ. ഇടത്തെ കാൽപാദത്തെ ശ്രദ്ധിക്കൂ. മേവയറ്, നെഞ്ച്, സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാം. ശ്വാസതാളത്തെ ശ്രദ്ധിക്കാം. വേണ്ടത്ര സമയമെടുത്ത് നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾ ഒരു പുഞ്ചിരിയോടുകൂടി തുറക്കാവുന്നതാണ്. ിന് വേണ്ടി SRG കൺവീനർ ശ്രീമതി ഷൈനി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. നമുക്ക് ോടുള്ള എല്ലാ ഈ സ്കൂളിൻ്റെ പേരിലും ഞങ്ങളെല്ലാ അധ്യാപകരുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.